ജയ് ഭീം. ഞങ്ങൾ സാഹോദര്യ സമത്വ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പേര് ശശിധരൻ മാസ്റ്ററാണ്. അതുപോലെ ഇത് അഡ്വക്കേറ്റ് എം സുരേഷ് ബാബു നമ്മുടെ സംസ്ഥാന സമിതി അംഗമാണ്. സംസ്ഥാന സമിതി അംഗം തന്നെയായ ബിന്ദു കമലൻ, അതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി സുഗതൻ. ഇവർ 3 പേരും തിരുവനന്തപുരത്തുകാരാണ്. അത് ചാലപ്പുഴയുള്ള അംബേദ്കർ ഭവനിൽ വെച്ചാണ് രാവിലെ 10 മണിക്ക് MLA ശ്രീ PC വിഷ്ണുനാഥാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്നത് M ഗീതാനന്ദൻ സാറാണ്. അതുപോലെ അതിനെ തുടർന്ന് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളൊരു വാർത്താ ശ്രദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ് SC ST OEC വിദ്യാർത്ഥികൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പട്ടിക ജാതി വികസന വകുപ്പ് ഈ ഗ്രാൻറ്റിൻ്റെ 40%, കേന്ദ്ര ഗവൺമെൻറ് 60% കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 2022 ഉത്തരവ് പ്രകാരം 2.5 ലക്ഷത്തിൽ താഴെ കുടുംബ വരുമാനമുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് മാത്രമാണ് ഈ ഗ്രാൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നത് 60%. ബാക്കി 40%മാണ് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന കുട്ടികളുടെ മുഴുവൻ തുകയും 100% വരുന്ന ഫീസും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രാൻറ്റുകളും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കണം. അപ്പോൾ ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാരൊന്നും തന്നെ ഈ കാര്യം പറയുകയോ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുകയോ ചെയ്തിട്ടില്ല. തമിഴ്നാട് നിന്നുള്ള VCK വിടുതലൈ ചിരുത്തൈകൾ കക്ഷിയുടെ MP ഡോക്ടർ രവികുമാർ സാറാണ് ഇത് സംബന്ധിച്ച് പാർലമെൻറ്റിൽ ചർച്ച മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് രാധാകൃഷ്ണൻ സാർ മുൻ മന്ത്രി കൂടി ആയിട്ടുള്ള ഇവിടുത്തെ SC ST വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്തിരിക്കുന്ന മന്ത്രി ഇതിൽ ഇടപെടും എന്നാണ് കരുതിയത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള MP-മാരും തന്നെ ഈ കാര്യത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. അത് ഈ വിതരണത്തിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ പട്ടികജാതി വർഗ വികസന വകുപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, കൂടാതെ ധനകാര്യ വകുപ്പ്, ഈ 4 വകുപ്പുകളും ചേർന്ന് ഉള്ള ഒരു ഉപസമിതി രൂപപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് സാഹോദര്യ സമത്വ സംഘം ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ 1ാമത്തെ വർഷമാണ് ഈ ഗ്രാൻറ്റിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. 2ാമത്തെ വർഷം മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളായാലും +2 കുട്ടികളാണെങ്കിലും ഈ ഗ്രാൻറ്റ് കൃത്യമായിട്ട് തന്നെ ജൂലൈ മാസം, ജൂണിൽ 2ാമത്തെ വർഷ ക്ലാസ് തുടങ്ങും. ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ 2ാം വർഷം മുതൽ 3ാം വർഷമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഗ്രാൻറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. മറ്റൊന്ന്, ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ഭക്ഷണ നിരക്ക് അത് വളരെ കുറഞ്ഞ തുകയാണ് കൊടുക്കുന്നത്. ശരിക്കും ഈ പ്രത്യേകിച്ച് ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഏകദേശം 8,000 രൂപക്ക് മേലെ വരുന്നുണ്ട്. അത് ബാക്കി വരുന്ന തുക കൃത്യമായിട്ട് ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് കൊടുക്കുന്നത്. 3,500 രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ വകുപ്പ് കൊടുക്കുന്നത്. ബാക്കി വരുന്ന തുക എല്ലാ മാസവും രക്ഷിതാക്കൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ സാധാരണക്കാരായുള്ള രക്ഷിതാക്കൾക്ക് ഇത്രയും പൈസ കൊടുക്കാൻ പറ്റാത്തൊരു പ്രയാസമുണ്ട്. അപ്പോൾ കുട്ടികളുടെ പഠനം ഓട്ടോമാറ്റിക്കായിട്ട് ഹോസ്റ്റലുകളിൽ നിന്ന് പുറത്താകുകയും ഒക്കെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നു. പഠനം മുടങ്ങുന്ന നിരവധിയായിട്ടുള്ള കേസുകൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പിന്നൊന്ന് പിന്നെ വിദ്യാർത്ഥികളുടെ ഫീസ്, പരീക്ഷാ ഫീസ്, ഹോസ്റ്റൽ ചാർജ്, ഇതെല്ലാം കുട്ടികളുടെ അക്കൗണ്ടിൽ വന്നിട്ടാണ് നമ്മൾ കുട്ടികൾ ഈ വകുപ്പിലേക്ക്, അതായത് സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നത്. അത് ഈ 3 കാര്യങ്ങളും ഗവൺമെൻറ് അല്ലെങ്കിൽ വകുപ്പ് നേരിട്ട് സ്ഥാപനത്തിന് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികളും സ്ഥാപന മേധാവികളും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവായി മാറുന്നുള്ളതാണ്. അപ്പോൾ ഗവൺമെൻറ്റും സ്ഥാപനവും തമ്മിൽ മാത്രം അത് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഇതിന് നടക്കുന്ന ബുദ്ധിമുട്ടേണ്ടതില്ല. അപ്പോൾ നേരിട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ 1ാം ക്ലാസ് പ്രവേശനത്തിൽ സംവരണമില്ല. SC ST OEC വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് പ്രവേശനത്തിൽ സംവരണം കൊടുക്കുന്നില്ല. അത് +1 മുതലാണ് സംവരണം ഉള്ളത്. ഹയർ സെക്കൻഡറിയിലെ മുതലാണ് സംവരണം ഔദ്യോഗികമായിട്ട് വകുപ്പ് പുറത്തിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുഴുവനും 1ാം ക്ലാസ് പ്രവേശനത്തിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ കണ്ണൂരിലെ സെൻറ്റ് മൈക്കിൾസ് എന്ന് പറയുന്ന സ്കൂളുണ്ട്. അവിടെ 1ാം ക്ലാസ്സിലൊരു കുട്ടി കയറിയാൽ അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നത് ഫുൾ A+ മാർക്കോട് കൂടിയാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല വിദ്യാലയത്തിൽ വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ സംവരണം ഇല്ലാത്തതുകൊണ്ട് രക്ഷിതാക്കൾ ക്യാപിറ്റേഷൻ ഫീ ഒരു പണം കൊടുക്കേണ്ടതായിട്ട് വരും. അത് LKG ആണെങ്കിലും UKG ആണെങ്കിലും 1ാം ക്ലാസ്സിലാണെങ്കിലും ഒരു തുക കൊടുത്താണ് കുട്ടികളുടെ അഡ്മിഷൻ വാങ്ങിക്കുന്നത്. മറിച്ച്
സംവരണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാല് ഡിവിഷൻ ക്ലാസ്സാണ് അവിടെ ഇല്ല, 460 കുട്ടികൾ, ഒരു 16-20 കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അത് നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് ഇറക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ഗ്രാമപഞ്ചായത്തുകൾ വഴി നിലവിൽ ഈ ഡിഗ്രി, ITI, പോളിടെക്നിക്ക്, പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 20,000, 25,000, 30,000 അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഗ്രാമപഞ്ചായത്തുകൾ വഴി ഒരു മെരിറ്റോറിയസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അത് ഈ പഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെൻറ്, അത് പട്ടികജാതി വികസന വകുപ്പ് കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് ഈ തുക കുട്ടികൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇത്തരം കോഴ്സുകൾ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ മെരിറ്റോറിയസ് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല. അത് ഗ്രാൻഡ് പോർട്ടൽ മുഖേന ഈ തുക കൊടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഈ തുക കിട്ടുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റൊന്ന്, ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഈ വിദ്യാർത്ഥികൾ SLC കഴിഞ്ഞിട്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് ഉള്ള അപേക്ഷ ഗ്രാൻഡ് പോർട്ടലിൽ കൊടുക്കുമ്പോൾ അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ആ ജാതി സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് അവരുടെ തുടർ പഠനത്തിന് മുഴുവനും വീണ്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് +2 കഴിഞ്ഞാൽ വീണ്ടും ഡിഗ്രി അഡ്മിഷൻ നടക്കുമ്പോൾ വീണ്ടും ഈ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഗ്രാൻഡ് പോർട്ടൽ, ഇപ്പോൾ PSC നമുക്കൊരു പോർട്ടൽ ഉണ്ട് ഒരാൾക്ക് ചെയ്യുന്നത്, അതിലെല്ലാ യോഗ്യതയും അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ജോലി കിട്ടുന്നവരെ അത് ഉപകാരത്തിലുള്ളതാണ്. അതുപോലെ ഗ്രാൻഡ് പോർട്ടലിൽ ഈ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ അവരുടെ പഠനകാലം മുഴുവൻ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തണം. അതിന് കാരണം എന്ന് പറയുന്നത് SLC സർട്ടിഫിക്കറ്റിൽ ഈ രേഖപ്പെടുത്തുമ്പോൾ ജനനത്തീയതിയും അതുപോലെ ജാതിയുടെ കോളം പൂരിപ്പിക്കുന്നത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ മാത്രമേ കുട്ടികളുടെ ജാതി കോളത്തിൽ ജാതി രേഖപ്പെടുത്തുന്നുള്ളൂ. അപ്പം മാത്രമല്ല, SLC ബുക്കിനകത്തുള്ള അവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിനകത്ത് ആർക്കും തർക്കമില്ല. പക്ഷേ ഈ ജാതിയുടെ കോളം മാത്രം ഒരു സംശയത്തിന് ഇട നൽകുന്നത് കുട്ടികളോടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തോടുള്ള ഒരു വിവേചനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചാണ് ജാതി കോളത്തിൽ ഫില്ല് ചെയ്യുന്നത്. അല്ലാതെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അതില്ല, ജാതിയുടെ കോളം ഇല്ല. അവർക്ക് ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരം കുട്ടികളുടെ ആണ് പറഞ്ഞത് ഈ +1 രജിസ്റ്റർ ചെയ്തത് അവരുടെ പഠനകാലം മുഴുവൻ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ ഈ വില്ലേജ് അധികാരികൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ അധികാരികൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നാളെ ഒരു SC/ST ഗ്രാൻഡ് പ്രൊട്ടക്ഷൻ കൺവെൻഷൻ നടത്തുന്നത്. മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള അംബേദ്കർ ഭവൻ, ചാലക്കുടിയിലെ അംബേദ്കർ ഭവനിലാണ്. മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ നിരവധിയായ വിഷയങ്ങൾ, ഇപ്പോൾ നമ്മുടെ PSCയും ഒരു സാമൂഹ്യമായിട്ടൊരു വിവേചനം കാണിക്കുന്നുണ്ട്. PSCയുടെ 15 സമുദായങ്ങൾക്കാണ് സംവരണം കൊടുക്കുന്നത്. ഇപ്പോൾ EWS ഉൾപ്പെടെ 15 സമുദായങ്ങളാണെന്ന് പറയും. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെരിറ്റ്, എല്ലാ ഒറ്റ നമ്പറുകളും മെരിറ്റ്. പക്ഷേ EWS വന്നതോടുകൂടി 9, 19, 29, 99 വരെ EWSന് കൊടുത്തു. അതാണ് മെരിറ്റ് എന്ന് മാറിയത്. അപ്പോൾ രണ്ടാമത് കൊടുക്കുന്ന ഈഴവ, തീയ, ബില്ലവ സമൂഹത്തിനാണ്. നാലാമത് SC/ST, ആറാമത് മുസ്ലിം, അങ്ങനെ കടന്നുപോയി 20ാമത്തെ റൊട്ടേഷനിലാണ് ഈ വിശ്വകർമ്മ എന്ന് പറയുന്ന സമുദായത്തിന് ഒരു ജോലി കിട്ടുന്നത് ഒരാൾക്ക്. അതുപോലെ 42ാമത്തെ റൊട്ടേഷനാണ് ST. നമ്മൾ കേരളത്തിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് പട്ടികവർഗ്ഗക്കാരാണ്. അവർക്ക് ജോലി കിട്ടണമെങ്കിൽ 42 ഒഴിവുകൾ വരണം. അത് ഒഴിവാക്കാൻ വേണ്ടി ഈ സംവരണ ക്രമീകരണത്തിൽ, അത് റൊട്ടേഷൻ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റം വേണം. എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട എല്ലാവർക്കും, ഇപ്പോൾ രണ്ടാമത് 7 അവർക്ക് കൊടുക്കുകയാണെങ്കിലും 4ാമതും 6ാമതും അങ്ങനെ തുടങ്ങി 8 തുടങ്ങി ഈ സമുദായങ്ങൾക്കെല്ലാം ഓരോന്ന് കൊടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം ഈ ലിസ്റ്റിനകത്ത് ഉണ്ടാക്കണം എന്നാണ് സാഹോദര്യ സമത്വ സംഘം ആവശ്യപ്പെടുന്നത്.